ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ. പാലാവേൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 59ാം സ്കൂൾ വാർഷികം സംഘടിപ്പിച്ചു. ചടങ്ങിൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പാലാവേൽ പ്രിൻസിപ്പൽ ഡോക്ടർ മെൻലിൻ മാത്യു സ്വാഗതം ആശംസിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസ് മാണിക്കത്താഴെ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് പാറേക്കുടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ ജോസഫ് മഞ്ചപ്പള്ളി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഹയർ സെക്കൻഡറി സ്ഥാപക മാനേജരായ ഫാദർ ജോസഫ് മഞ്ചപ്പള്ളിയെ ആദരിച്ചു. അധ്യാപകനും പ്രഭാഷകനും എഴുത്തുകാരനും ഗായകനുമായ വത്സൻ വേലിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. 6ാം വാർഡ് മെമ്പർ ബാലചന്ദ്രൻ, 7ാം വാർഡ് മെമ്പർ തേജസ് ഷിൻഡോ എന്നിവർ സാന്നിധ്യം വഹിച്ചു. PTA പ്രസിഡന്റ് സോമി അറയ്ക്കൽ, സെന്റ് ജോൺസ് LP സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് ഗീതമ്മ MV, മദർ PTA പ്രസിഡന്റ് മായ ബിജു, സ്കൂൾ ചെയർമാൻ നോയൽ സെബാസ്റ്റ്യൻ ബൈജു എന്നിവർ ആശംസകൾ അറിയിച്ചു. പാലാവേൽ LP സ്കൂൾ ഹെഡ് മിസ്റ്റർ സോഫി PC നന്ദി അറിയിച്ച് സംസാരിച്ചു. തുടർന്ന് മൊമെന്റോ വിതരണവും വാർഷികാഘോഷവും നടന്നു. അപ്പോ ഞാൻ പറഞ്ഞിട്ട് പോന്നു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പേപ്പറിൽ വാർത്ത വന്നു, ഞങ്ങൾ ഹൈസ്കൂളുകളില്ലാത്ത പഞ്ചായത്തുകളിൽ സ്കൂൾ കൊടുത്തു, ഒപ്പം ചില സ്പെഷ്യൽ കാറ്റഗറിയിൽപ്പെട്ട ചുരുക്കം ചില സ്ഥലത്തും കൊടുത്തു. സ്പെഷ്യൽ കാറ്റഗറിയിൽ കോമൺവെൽത്ത് ഹൈസ്കൂളുണ്ട്, കമ്പലൂർ ഹൈസ്കൂളുണ്ട്. അപ്പൊ ഞാൻ എണ്ണി ചാവല ഇങ്ങോട്ട് അങ്ങോട്ട് പോകും. അപ്പൊ ഒരു 15 കിലോമീറ്റർ ആദ്യം മാറി കിടന്നു, അതായത് ദൂരപരിധി മാറി കിടന്നു. അതുപോലെ തന്നെ ഈ നേട്ടങ്ങളെല്ലാം പോയി ഈ സാധ്യതകളെല്ലാം ഉണ്ടാക്കുമ്പോൾ സ്റ്റേറ്റിന് നഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മനസ്സിലായി, ഉമ്മൻചാണ്ടി സർക്കാരിന് മുഖ്യമന്ത്രിയുടെ മനസ്സിലായി. അങ്ങനെ സ്കൂൾ +2 സംഘടിപ്പിച്ചു. ഒരു കൊല്ലം ഇവിടെ ആദ്യം. ഇനി ഞാനൊരു കാര്യം ചെയ്ത കാര്യം, നിങ്ങൾ കുട്ടികളായ നിങ്ങളുടെ ഇനി ഭാവിയിൽ ഉപകാരപ്പെടണം. ഇവിടെ ഗവൺമെന്റിൽ നിന്ന് ഒരാളെങ്കിലും ഒരു പരിശോധന അല്ലെങ്കിൽ മേൽഘടകത്തിൽ നിന്ന് ഒരാളെ പരിശോധനയ്ക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ കൈകാര്യം അല്ലെങ്കിൽ ഈ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ജോസഫ് സാറിന് അന്ന് ഫോൺ വിളിച്ചു കഴിയുമ്പോൾ ഈ ആൾ വരുമ്പോഴത്തേക്കും ഒരു 10-30 പേരെത്തി നല്ല പെട്ടെന്ന് കൂട്ടും ഷാപ്പിട്ടുള്ളത്. ഞാൻ പറയുന്ന കാര്യത്തിൽ അവർ സപ്പോർട്ട് ചെയ്യും, അവർ പറയുന്നത് ഞാൻ പറയാത്ത അവർ പറയും. എ ബ്യൂട്ടിഫുൾ ടീം ഡൺ ദെൻ അന്ന് പരിശോധിച്ചു. നമ്മുടെ ജോഷി സാർ പഞ്ചായത്ത് ഈ സ്കൂളിലെ അധ്യാപകർ അറിയാം, നീന്തൽക്കുളം ചോദിച്ചു മേടിച്ചതാണ്. കണ്ണൂർ ജില്ലയ്ക്ക് ജോഷി പറഞ്ഞു മേടിക്കാൻ പോയി. മേടിക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു. ഇവിടെ ഈ താഴത്തെ ഒരു കെട്ടിടത്തിനോടാണ് ഗണേഷ് കുമാർ സാർ പറഞ്ഞത്, അവിടെ കണ്ണൂർ ജില്ലയ്ക്ക് കൊടുത്തു. പക്ഷെ കാസർഗോഡ് ജില്ലയ്ക്ക് ഒരു നീന്തൽക്കുളം ഉണ്ടെങ്കിൽ കാണണം. അച്ഛൻ കൊടുത്തു 49 ലക്ഷം രൂപ അനുവദിച്ച് ഒരു സെന്റ് ഭൂമി പോലും എഴുതി കൊടുക്കാതെ ഈ സാധാരണ ഗവൺമെന്റിലേക്ക് സാധാരണ ഭൂമി എഴുതി കൊടുക്കും. ഒരു സെന്റ് ഭൂമി എഴുതി കൊടുക്കാതെ ഗണേഷ് കുമാർ സാറ് ഇത് നീന്തൽക്കുളം, ആ നീന്തൽക്കുളം ഇവിടെ ഉദ്ഘാടനത്തിന് അദ്ദേഹത്തിന് കൊണ്ടുവരണം വിചാരിച്ചു മന്ത്രിമാരെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഗണേഷ് കുമാർ സാറ് ഇനി അടുത്ത സ്പോർട്സ് മിനിസ്റ്റർ ആണെങ്കിൽ ഇവിടെ ഡൈവിംഗ് സ്കൂൾ തരുന്നു, ഈ ഇതിന് ഡൈവിംഗ് സ്കൂൾ വരുന്നു. എന്റെ പ്രിയ കുട്ടികളെ, നിങ്ങൾക്ക് ഇപ്പോൾ ഓടി കളിക്കാൻ നല്ലൊരു സ്റ്റേഡിയം, സ്കൂള്, അതുപോലെ തന്നെ LP സ്കൂള്, ഇതെല്ലാം. അപ്പൊ അങ്ങനെ ഞാൻ വിചാരിച്ചു റോളർ സ്കേറ്റിംഗ് നടത്താൻ പറ്റും. റോളർ സ്കേറ്റിംഗ് അതായത് ഫിസിക്കൽ ഡിസിപ്ലിനോട് സാധനം എവിടെയെങ്കിലും ചെയ്യാൻ പറ്റില്ല. റോളർ സ്കേറ്റിംഗ്. അതുപോലെ തന്നെ നമ്മുടെ ഒരേ സ്ഥലം അവിടെ പാലാവിലുണ്ട്, ഒഴുകുന്നുണ്ട്. അതെന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുമോ? ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 92077577.